ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ന്യൂസിലൻഡ് ഉയർത്തിയ 321 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് 222 റൺസ് എടുക്കുന്നതിനിടയിൽ 7 വിക്കറ്റ് നഷ്ടമായി. നാളെയാണ് ഇന്ത്യയുടെ മത്സരം. ബംഗ്ലാദേശാണ് എതിരാളികൾ. അനൂപ് ഷൺമുഖം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ് ഷൺമുഖം, എന്തായാലും ചാമ്പ്യൻസിൽ മത്സരത്തിൽ പോലെ തന്നെ ന്യൂസിലൻഡ് ഉയർത്തിയ 321 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ കിതയ്ക്കുകയാണ്. 7 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. നാളെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വലിയ ആവേശമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എഴുതി തള്ളുന്നില്ല. ഒരു മിനി ലോകകപ്പാണ് ചാമ്പ്യൻസ്. എന്താണ് പ്രതീക്ഷകൾ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വീണ്ടും ഒരു ക്രിക്കറ്റ് വസന്തം വരികയാണ്. മറ്റൊരു ICC ട്രോഫി സ്വന്തമാക്കാനുള്ള അവസരത്തിലേക്ക് ഇന്ത്യൻ ടീം നാളെ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. നിലവിലെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ റണ്ണേഴ്സ് അപ്പാണ് ഇന്ത്യ. 2013 ഒടുവിൽ കിരീടം നേടിയത്. പക്ഷേ സമീപകാലത്തെ മികച്ച ഒരു ഫോമിൻ്റെ കൂടി ആനുകൂല്യത്തിൽ ഇത്തവണ അനുകൂല സാഹചര്യങ്ങളിൽ ഇന്ത്യ കിരീടം തിരിച്ചുപിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ടീമും ആരാധകരും. പ്രത്യേകിച്ച് മത്സരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനായിരുന്നു വേദി. പക്ഷേ BCCയുടെ കടുംപിടുത്തം മൂലം ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. 23-ാം തീയതിയാണ് ഇന്ത്യ പാക് പോരാട്ടം വരുന്നത്. അതിന് പിന്നാലെ ന്യൂസിലൻഡിനെയും ഇന്ത്യ നേരിടും. മാർച്ച് 4-5 തീയതികളിലാണ് സെമി ഫൈനൽ മത്സരങ്ങൾ വരുന്നത്. അതിൽ ഒരു മത്സരം ദുബായിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യ സെമിയിലേക്ക് കയറുകയാണെങ്കിൽ ഫൈനൽ ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ്. പക്ഷേ അതും ഇന്ത്യ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അതും ദുബായിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് ICC എത്തിയിരിക്കുന്നത്.